നമസ്കാരം. ഇന്നത്തെ ദ പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 പത്രങ്ങൾ തന്നെയാണ് ഇന്നും അനലൈസ് ചെയ്യുന്നത്. ഇന്നത്തെ 3 പത്രങ്ങളിൽ മാതൃഭൂമി, ഗൾഫ് സുപ്രഭാതം, ഗൾഫ് മാധ്യമം എന്ന പത്രങ്ങളിൽ വന്ന വാർത്തകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഏതെല്ലാം തരത്തിലാണ് വാർത്തകൾ നൽകിയിരിക്കുന്നത്, അതിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്നെല്ലാമാണ് നമ്മൾ വിശദീകരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി 3 പത്രങ്ങളും നൽകിയിരിക്കുന്നത് ബീഹാറിലെ SIR പൂർണ്ണമായ സംഭവം തന്നെയാണ്. ബീഹാറിലെ SIR പൂർണ്ണമായപ്പോൾ അത് മാതൃഭൂമിയും ഗൾഫ് സുപ്രഭാതവും അതുപോലെ തന്നെ ഗൾഫ് മാധ്യമവും ഒന്നാം പേജിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ തലക്കെട്ട് 44 ലക്ഷം പേർ പുറത്ത് എന്നാണ്. 47 ലക്ഷം പേർ പുറത്ത് എന്നാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. 47 ലക്ഷം വീണ്ടും പുറത്ത് എന്ന് ഗൾഫ് സുപ്രഭാതം നൽകിയപ്പോൾ മാധ്യമത്തിന് അത് 68 ലക്ഷമായിരിക്കുന്നു. 68 ലക്ഷം പുറത്ത് എന്ന രീതിയിലാണ് മാധ്യമം ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോഴേ അതിൻ്റെ ഒരു ധ്വനി എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. മാതൃഭൂമിയിലാണെങ്കിൽ അതിൻ്റെ ഒരു ഡാറ്റയെല്ലാം കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. എത്ര പേർ ആദ്യമുണ്ടായിരുന്നു, എത്ര പേർ ഇപ്പോഴുണ്ട് എന്ന രീതിയിൽ കൃത്യമായ ഒരു ഡാറ്റയെല്ലാം നൽകിക്കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് വാർത്തയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്. SIR ആരംഭിക്കുന്നതിന് മുമ്പ് 7.89 കോടി വോട്ടർമാരാണ് ബീഹാറിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 65 ലക്ഷം വോട്ടർമാരെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു. 65 ലക്ഷത്തിന് പറഞ്ഞാൽ നേരത്തെ ഒഴിവാക്കിയതാണ്. അതായത് 2025 ജൂൺ 24 7.89 ഉണ്ടായിരുന്നു. അതിൽ 65 ലക്ഷം പേരെ ഒഴിവാക്കിയപ്പോഴാണ് വിവാദങ്ങൾ ഉണ്ടായത്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇടപെടുകയും എല്ലാം ചെയ്ത് വീണ്ടും അത് സുപ്രീം കോടതിയിൽ കേസായി. സുപ്രീം കോടതിയിൽ ഇടപെടലിന് ശേഷം പുനഃപരിശോധിച്ച ശേഷം ഇപ്പോൾ അത് 2025 ഓഗസ്റ്റ് 1 ആയപ്പോൾ അത് 7.24, അതായത് 65 ലക്ഷം പേരെ ഒഴിവാക്കി. പിന്നെ 3.66 ലക്ഷം പേരെ കൂടി രേഖകളൊന്നുമില്ല SIRൽ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള രേഖകളില്ലാത്ത ഇത്ര പേരെ കൂടി ഒഴിവാക്കുകയുണ്ടായി. പക്ഷേ പുതുതായി 21.53 ലക്ഷം വോട്ടർമാരെ കൂടി പുതുതായി ഉൾപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ 7.42 കോടിയാണ് വോട്ടർമാരാണ് ബീഹാറിൽ SIR ഇന്നലെ പൂർത്തിയായപ്പോൾ ഉള്ളത്. അതായത് SIRന് ശേഷം 7.42 കോടി. ഈ കണക്ക് തന്നെയാണ്, ഇതേ വാർത്ത തന്നെയാണ് ഗൾഫ് സുപ്രഭാതവും നൽകിയിരിക്കുന്നത്. കണക്കുകളെല്ലാം കൃത്യമാണ്. 7.42 വോട്ടർമാരാണ്, 7.42 കോടി വോട്ടർമാരാണ് ബീഹാറിൽ ഉള്ളത്. മാധ്യമത്തിൻ്റെയും കണക്കുകളെല്ലാം കറക്റ്റാണ്. 7.42 വോട്ടർമാർ ബീഹാറിൽ SIRന് ശേഷമുണ്ട്. പക്ഷേ 68 ലക്ഷം പേര് പുറത്താക്കി എന്നാണ് മാധ്യമം അവകാശപ്പെടുന്നത്. ബാക്കി എല്ലാവരും 47 ലക്ഷം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മാധ്യമത്തിന് മാത്രം 68 ലക്ഷം എന്ന കണക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. കണക്ക് കൂട്ടിയതിൽ വലിയ പിഴ വന്നു. പുതുതായി ഉൾപ്പെടുത്തിയ വോട്ടർമാരുടെ എണ്ണം അവർ കൂട്ടാതെ ഒഴിവാക്കിയ എണ്ണം മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ വാർത്ത നൽകി എന്നതാണ് അതിന് ഉത്തരം. അതൊരു ശരിയായ മാധ്യമ പ്രവർത്തനമായി തോന്നുന്നില്ല. കാരണം SIRന് ശേഷം പുതുതായി ചേർത്ത അംഗങ്ങളുടെ കണക്കും അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതില്ലാതെ ഏകപക്ഷീയമായ രീതിയിൽ ഒരു SIR എന്ന പ്രക്രിയ, അതിന് 2 തരത്തിലുള്ള ചർച്ചകളുണ്ടായിരിക്കാം, വാദങ്ങളുണ്ടായിരിക്കാം, പ്രതിവാദങ്ങളുണ്ടായിരിക്കാം, നല്ലതാണെന്നും മോശമാണെന്നുള്ള അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു പത്രം അതിൻ്റെ സ്റ്റാൻഡ് സ്വീകരിക്കുമ്പോൾ കണക്കുകൾ, അത് പ്രത്യേകിച്ച് ഡാറ്റ വെച്ച് ജേർണലിസം ചെയ്യുമ്പോൾ ആ ഡാറ്റ കൃത്യമായിരിക്കണം. കണക്കുകളിലെല്ലാം അവർ കൃത്യമായി പറയുന്നുണ്ട്. 65 ലക്ഷം പേരെ നീക്കിയ ഓഗസ്റ്റ് 1 കരട് പട്ടികയിൽ നിന്ന് 3.66 ലക്ഷം പേരെ കൂടി വെട്ടിമാറ്റി 21.53 ലക്ഷം പേരെ ഉൾപ്പെടുത്തി എന്നെല്ലാം വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി തലക്കെട്ടിൽ 68 ലക്ഷം പേരെ വെട്ടിമാറ്റിയെന്ന ഒറ്റ തലക്കെട്ടോടുകൂടി ആളുകൾക്ക് കൂടുതൽ പാനിക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആളുകളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടാണ് ഹസനുൽ ബന്നയുടെ വാർത്തയുടെ തലക്കെട്ട് എന്ന് പറയാതെ വയ്യ. കണക്കുകളെല്ലാം കൃത്യമാണ്. 7.42 കോടി വോട്ടർമാരാണ് ബീഹാറിൽ ഇനി അവശേഷിക്കുന്നത്. നേരത്തെ അത് 7.89 ആയിരുന്നു എന്നതെല്ലാം കൂടെ 7.89 നിന്ന് 7.42 കുറയ്ക്കുമ്പോൾ തന്നെ എത്ര വരുമെന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കൃത്യമായ വ്യക്തമായ ഒരു ഉത്തരം കിട്ടുമായിരുന്നു. പക്ഷേ 68 ലക്ഷം പേർ പുറത്ത് എന്ന ഒറ്റ വാർത്തയിലോടുകൂടി മാധ്യമം ആ വാർത്ത ഒന്ന് ട്വിസ്റ്റ് ചെയ്തു എന്ന് പറയാതെ വയ്യ.
ബാക്കി വാർത്തയെല്ലാം കറക്റ്റ് തന്നെയാണ്, ഉള്ളിലുള്ള വാർത്തകളെല്ലാം തന്നെ പറയുന്നത് ശരിയാണ്. പക്ഷേ തലക്കെട്ടിലാണ് പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഇനി ഒന്നാം പേജിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ട്രംപ് നൽകിയ 20 ദിന പദ്ധതിയെക്കുറിച്ചാണ്. ഹമാസിന് നൽകി കഴിഞ്ഞു. ഹമാസ് അതിൽ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ്. മാധ്യമം അതിനെ ഹമാസിന് അന്ത്യശാസനം എന്ന പേരിൽ തലക്കെട്ടോടുകൂടി ഒരു ബോക്സ് വാർത്തയായി, ഏറ്റവും ഫസ്റ്റത്തെ വാർത്തയായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹമാസിന് തലക്കെട്ട് അന്ത്യശാസനം എന്ന് നൽകിക്കൊണ്ട് തലക്കെട്ടിന് തൊട്ട് താഴെ തന്നെ, അതായത് മാസ്റ്റർ ഹെഡിന് തൊട്ട് താഴെ തന്നെ നൽകിയിരിക്കുന്ന ഫസ്റ്റ് വാർത്ത അതാണ്. ഹമാസിൻ്റെ തീരുമാനം കാത്ത് എന്നാണ് ഗൾഫ് സുപ്രഭാതം നൽകിയിരിക്കുന്ന വാർത്ത. മാതൃഭൂമിയാകട്ടെ ഗാസ വെടിനിർത്തൽ പദ്ധതിയിൽ നെതന്യാഹു റെഡി ഹമാസോ എന്ന് ഫോൾഡറിന് താഴെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നെതന്യാഹു ട്രംപ് നൽകിയ ഈ 20 ദിന പാക്കേജിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു, ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും എല്ലാം തന്നെ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. മോദി അടക്കം, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അടക്കം ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നെതന്യാഹു റെഡി ഹമാസോ എന്ന ചോദ്യചിഹ്നവും ഹമാസിൻ്റെ തീരുമാനം കാത്തു എന്നും ഹമാസിന് അന്ത്യശാസനം എന്ന രീതിയിൽ ഗൾഫ് മാധ്യമവും നൽകിയിരിക്കുന്നത്. ട്രംപ് 72 മണിക്കൂറിനുള്ളിൽ ഇത് അംഗീകരിക്കണം എന്നാണ്, അല്ലെങ്കിൽ 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് നടപ്പിലാക്കുന്ന രീതിയിലാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് ഹമാസിന് അന്ത്യശാസനം എന്ന രീതിയിൽ ഗൾഫ് മാധ്യമം നൽകിയിരിക്കുന്നത്. വാർത്തയിൽ തെറ്റില്ല. 3-4 ദിവസത്തിനകം തീരുമാനം അറിയിക്കണം, ഇല്ലെങ്കിൽ ഹമാസിൻ്റെ വിധി മോശമായിരിക്കും എന്ന രീതിയിൽ തന്നെ ട്രംപിൻ്റെ മുന്നറിയിപ്പുണ്ട് എന്ന രീതിയിലാണ് ഈ വാർത്തകൾ നൽകിയിരിക്കുന്നത്. മധ്യസ്ഥ ചർച്ച കരാർ അംഗീകരിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ഹമാസാണല്ലോ സ്വാഭാവികമായും. മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും കരാറിൻ്റെ പകർപ്പ് തങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ടെന്നും ശുഭാപ്തി വിശ്വാസത്തോടെയും ഉത്തരവാദിത്തോടെയും അത് പരിശോധിച്ച് വിലയിരുത്തിയ ശേഷം മറുപടി പറയുമെന്നും ഹമാസ് പ്രതികരിച്ചു എന്ന് മാതൃഭൂമിയിൽ ഹമാസിൻ്റെ ഒരു പ്രതികരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ആ 20 ദിന പദ്ധതികൾ എന്താണെന്ന് ഏറ്റവും അവസാനത്തെ പേജിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. ട്രംപിൻ്റെ 20 ദിന പാക്കേജുകൾ, ട്രംപിൻ്റെ 20 ദിന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ആ 20 പോയിന്റുകളും കൃത്യമായി എന്തെല്ലാമാണ് പറയുന്നത് എന്ന് മലയാളത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പദ്ധതി സ്വാഗതം ചെയ്തിട്ടുണ്ട്. പലസ്തീനിയൻ അതോറിറ്റി പദ്ധതിയെ സ്വാഗതം ചെയ്തിരിക്കുന്നു. യുദ്ധലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന പദ്ധതിയാണെന്ന് നെതന്യാഹു പറയുന്നു. അങ്ങനെ നെതന്യാഹു പറഞ്ഞതെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വഴിയിലെ തടസ്സങ്ങൾ എന്ത് എന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധലക്ഷ്യങ്ങൾ നിറവേറ്റുന്ന പദ്ധതി എന്ന് നെതന്യാഹു പറയുമ്പോൾ അതൊരു ഏകപക്ഷീയ കരാറാണോ എന്ന സംശയം സ്വാഭാവികമായും ഉയരും. അത്തരത്തിലുള്ളൊരു ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നത് സർക്കാരിന് തിരിച്ചടിയേറ്റ ഒരു വാർത്തയാണ്. അതിനെ സുപ്രഭാതം അത് ഒന്നാം പേജിൽ നൽകിയിട്ടില്ല. യോഗേഷിൻ്റെ കാര്യങ്ങൾ ഇനി ക്ലിയർ ആകുമെന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്നു. റിപ്പോർട്ട് കൈമാറാൻ CIT ഉത്തരവ് എന്നുള്ള സാധനം ഗൾഫ് മാധ്യമവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സർക്കാരിന് നേരെയുള്ള സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. അതായത് DGP യോഗേഷ് ഗുപ്തയ്ക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാൻ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് നൽകാൻ പലകുറി ആവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പോർട്ടൽ വഴിയെല്ലാം അപേക്ഷ നൽകിയെങ്കിലും അത് സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. ഇത് സംബന്ധിച്ചുള്ള വാർത്തയാണ് അത്. അതിന് ഇന്നലെ അദ്ദേഹം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പരാതി നൽകിയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായൊരു വിധി കിട്ടിയിരിക്കുന്നു. 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ഇത് കൈമാറണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ ഒരു വാർത്തയാണ് ഒന്നാം പേജിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം. ഇനി ഒരു സ്പെഷ്യൽ വാർത്തയാണ് ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ഒന്നാം പേജിൽ തന്നെ ഉള്ളത്. രണ്ട് വാർത്ത തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്റർ ഹെഡിന് തൊട്ട് താഴെയായിട്ട് അവർ നൽകിയിരിക്കുന്നതാണ് ജനന നിരക്ക് കുറയുന്നുവെന്ന്. കേരളത്തിലെ കണക്കാണത്. കോവിഡിന് ശേഷം സംസ്ഥാനത്ത് ജനനനിരക്ക് കുറയുന്നു എന്ന ഒരു കോവിഡ് കാലത്തിന് ശേഷം സംസ്ഥാനത്ത് ജനനനിരക്കിൽ ഗണ്യമായ കുറവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021-24 വർഷങ്ങളിൽ
1,00,000-ത്തോളം കുറവ് സംഭവിച്ചതായും ഓരോ ജില്ലയിലെയും കണക്ക് വേർതിരിച്ചെടുത്തുകൊണ്ട് ഈ ഡാറ്റ ജേർണലിസം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജനനനിരക്ക് കുറയുന്നു എന്നുള്ള വാർത്ത സുപ്രഭാതം നൽകിയിരിക്കുന്നത്. ഇതേ പത്രത്തിൽ തന്നെ സുപ്രഭാതത്തിൻ്റെ ഏറ്റവും അടിയിലേക്ക് വരികയാണ്, 1-ാം പേജിൽ അടിയിലേക്ക് വരികയാണ്, തെരുവ് നായ കടിയേറ്റ് കേരളം എന്നാണ് വാർത്ത. ഈ തെരുവ് നായകളുടെ കടിയേറ്റ അപകടത്തിൽപ്പെട്ടവരെ എണ്ണം 15,46,503 പേരാണെന്നാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ ഇത്രയും പേര് സംസ്ഥാനത്തുണ്ട് എന്നാണ് സുപ്രഭാതം പത്രത്തിലെ വാർത്തയിൽ പറയുന്നത്. അതേസമയം റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റവരുടെ എണ്ണം 2,61,619 അപ്പോൾ വലിയ തോതിൽ തെരുവ് നായ്ക്കളുടെ ശല്യം സംസ്ഥാനത്തുണ്ടാകുന്നു എന്ന രീതിയിലാണ്. കേരളത്തിലാണെങ്കിൽ 2,89,986 ഏകദേശം 3 ലക്ഷത്തോളം തെരുവ് നായ്ക്കൾ ഉണ്ട് എന്നും 2019 20-ാം കന്നുകാലി സെൻസസ് പ്രകാരം 2019 വരെ മാത്രം ഏതാണ്ട് 3 ലക്ഷത്തോളം തെരുവ് നായ്ക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടാകും, ഒരുപാട് കൂടിയിട്ടുണ്ടാകും. കാരണം 2019 ശേഷം ഇങ്ങോട്ട് 6 വർഷങ്ങളുണ്ട്. 6 വർഷത്തിനുള്ളിൽ ഇത് എത്രത്തോളം പെരുകിയിരിക്കുന്നു എന്ന കണക്ക് നൽകിയിട്ടില്ല. എന്തായാലും കഴിഞ്ഞ 5 വർഷത്തിനിടെ 15 ലക്ഷം പേർക്കാണ് തെരുവുനായയുടെ ശല്യത്തിൽ അല്ലെങ്കിൽ ആക്രമണത്തിൽ പരിക്കേറ്റത് എന്ന വാർത്ത പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നു. TMK നേതാക്കൾ സംബന്ധിച്ച് കരൂരിലെ ദുരന്തം സംബന്ധിച്ചുള്ള വാർത്ത 1-ാം പേജിൽ തന്നെയുണ്ട്. 1-ാം പേജിൽ അത് നൽകിയിരിക്കുന്നത് പ്രവർത്തകരുടെ മേൽ കൈവയ്ക്കരുത് എന്ന വിജയുടെ ചിത്രം നൽകിക്കൊണ്ട് ഇന്നലെ വിജയ് ഒരു വീഡിയോ സന്ദേശം ഇറക്കിയിരുന്നു. അത് സംബന്ധിച്ചുള്ള വാർത്തയുണ്ട്. ഒപ്പം തന്നെ അറസ്റ്റിലായ TVKയുടെ 2 നേതാക്കളും ജയിലിൽ തന്നെ തുടരും എന്ന ഒരു വാർത്തയും ഉണ്ട്. അതിനൊപ്പമാണ് വിജയുടെ വാർത്ത നൽകിയിരിക്കുന്നത്. ജീവിതത്തിൽ ഇതുപോലെ ഒരു സാഹചര്യം മുമ്പ് നേരിട്ടിട്ടില്ല, ദുരന്തത്തിൽപ്പെട്ടവരുടെ കൂടെയാണ് ഞാനുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഇതിൽ അട്ടിമറിയുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്ന കാര്യവും വിജയ് വാർത്തയിൽ വിജയുടെ സന്ദേശത്തിലുണ്ടായിരുന്നു. പിന്നെ കാകദൃഷ്ടിയിൽ, അതായത് മാതൃഭൂമിയിലെ കാർട്ടൂണിൽ, പ്രതിദിന കാർട്ടൂണിൽ ഗോപികൃഷ്ണൻ ഇത്തവണ എടുത്തിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി പോയതാണ്. G. സുധാകരൻ പറഞ്ഞ, ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ ഒരു സ്വർണ്ണപ്പാളിയും കൊണ്ടുപോയില്ലല്ലോ എന്ന് G. സുധാകരൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് കാകദൃഷ്ടിയിൽ എടുത്തിരിക്കുന്നത്. അതിന് മറുപടി കാകദൃഷ്ടിയിൽ എല്ലാം ശരിയാകും എന്ന LDFൻ്റെ കഴിഞ്ഞ കാലത്തെ പോസ്റ്റും അതിൻ്റെ അടിയിലൂടെ ഒരു കാറ് പോകുന്ന ചിത്രവുമുണ്ട്. അതിന് മറുപടിയായിട്ട് നൽകിയിരിക്കുന്നത് മന്ത്രിയല്ലാതായപ്പോൾ എല്ലാം പാളിപ്പോയി എന്നാണ് കാർട്ടൂൺ. ഏതായാലും ഇതാണ് 1-ാം പേജിൽ ഉള്ള പ്രധാനപ്പെട്ട വാർത്ത. ഇനി ഉൾപേജുകളിലേക്ക് നമുക്ക് കടക്കാം. ഉൾപേജുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നൽകിയിരിക്കുന്ന 3-ാം പേജുകളിലും 2-ാം പേജുകളിലുമായിട്ടായി ട്രെയിനുകളുടെ, ഇത്തിഹാദ് റെയിലിൻ്റെ ട്രെയിനുകളുടെ അന്തിമ രൂപം പുറത്തുവിട്ടു എന്ന വാർത്തയാണ് മാതൃഭൂമിയും ഗൾഫ് മാധ്യമവും എല്ലാം, അതുപോലെ ഗൾഫ് സുപ്രഭാതവും അടക്കം ഈ വാർത്ത 2-ഉം 3-ഉം പേജുകളിലായി നൽകിയിരിക്കുന്നു. നമുക്ക് ചിത്രങ്ങളിൽ തന്നെ കാണാം. ഇതാണ് ഇത്തിഹാദ് റെയിലിൻ്റെ രൂപരേഖ. അപ്പോൾ ഇതിൻ്റെ അന്തിമ രൂപം പുറത്തുവിട്ടിരിക്കുന്നു. യാത്രയ്ക്ക് 3 ക്ലാസ്സുകളുണ്ടാകും. ഇക്കണോമി, ഫാമിലി, ഫസ്റ്റ് ക്ലാസ്. ലഗേജ് വയ്ക്കാൻ പ്രത്യേക സ്ഥലമുണ്ടാകും. 200 കിലോമീറ്റർ വരെ വേഗമുണ്ടാകും. പിന്നെ 11 നഗരങ്ങളെ ബന്ധിപ്പിച്ച് ട്രെയിൻ അടുത്ത വർഷം സർവീസ് ആരംഭിക്കും. ഇതിൽ റിയാദിലേക്ക് പോകാൻ, അബുദാബിയിൽ നിന്ന് റിയാദിലേക്ക് പോകാൻ വെറും 5 മണിക്കൂർ മാത്രം മതി എന്ന ദൂരം കുറയുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഈ വാർത്തകളിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ 2-ാം പേജിൽ ദുബായ് സ്മാർട്ട് സിറ്റിയിൽ പുതിയ പാർക്കിംഗ് സ്ഥലങ്ങൾ 3100 പുതിയ പാർക്കിംഗ് സ്ഥലങ്ങൾ സജ്ജമാക്കും. പാർക്കിൻ എന്ന ഒരു സ്ഥാപനവുമായി കരാറിൽ അതിനായി ഏർപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. എമിറേറ്റസ് വിമാനത്തിൽ ഇന്നു മുതൽ പവർ ബാങ്ക് ഉപയോഗം നിരോധനം ഇന്നു മുതലാണ് വരുന്നത് എന്ന വാർത്ത ഉണ്ട്. നിങ്ങൾക്ക് പവർ ബാങ്ക് കൊണ്ടുപോകാൻ പറ്റില്ല. 100 വാട്ട് അവറിൽ കൂടുതലുള്ള പവർ ബാങ്ക് ഇതിൽ ചെക്കിൻ ബാഗിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിരോധനം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിനിയും എഡിറ്റോറിയലിലേക്ക് പോവുകയാണ് എങ്കിൽ, മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പാക്
പക പോക്കാനുള്ളതല്ല രാഷ്ട്രീയ അധികാരം എന്ന വാർത്തയാണ്. ഇത് യോഗേഷിൻ്റെ വിജിലൻസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തന്നെയാണ്. യോഗേഷിൻ്റെ കേസിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം അനഭിമതനായി എന്ന തരത്തിലുള്ള ഓപ്പൺ പേജിൽ തന്നെ ഒരു വാർത്തയുമുണ്ട്. യോഗേഷ് സർക്കാരിന് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായ വാർത്ത ഉൾപേജിൽ വേറെയുമുണ്ട്. അനഭിമതനായത് വിജിലൻസിലിരിക്കെയാണ്. അദ്ദേഹം KM എബ്രഹാമിനെതിരെ, സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ KM എബ്രഹാമിനെതിരെ നേരത്തെ നടന്ന വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ രേഖ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ കോടതിയുടെ ഉത്തരവിന് പിന്നാലെ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ CBIക്ക് കൈമാറി തുടങ്ങി അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് സർക്കാരിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത PP ദിവ്യയ്ക്കെതിരെ അവരുടെ സ്വത്ത് സമ്പാദന കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തി. സംസ്ഥാന മന്ത്രിസഭയിൽ തന്നെ ഒരു മന്ത്രിക്കെതിരെയും അത്തരത്തിൽ നടത്തി പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം നൽകി തുടങ്ങിയ വാർത്തകളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് അദ്ദേഹത്തിന് സർക്കാരിന് അനഭിമതനാക്കിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്ലിയറൻസ് നൽകാതെ പിടിച്ചുവെച്ചത്. ഇത് സംബന്ധിച്ചാണ് മാതൃഭൂമി ഇത്തവണ ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. പക പോക്കാനുള്ളതല്ല രാഷ്ട്രീയ അധികാരം. അതിൽ 2 കേസുകളാണ് പറയുന്നത്. യോഗേഷ് ഗുപ്തയുടെ കേസും ഡോക്ടർ B അശോകിൻ്റെ കേസും. ഈ 2 കേസിലും സർക്കാരിന് അനഭിമതരായ ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരം പീഡിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ എടുക്കുകയാണ് ഉണ്ടായത്. 2ഇടത്തും സർക്കാരിന് തിരിച്ചടിയേറ്റു. സർക്കാർ 2 പേരും CAT സമീപിച്ചു. CAT അവിടെ നിന്ന് അനുകൂല വിധി ഇവർക്കുമാണ് ഉണ്ടായത്. IAS ഉദ്യോഗസ്ഥരുടെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് B അശോക്. അദ്ദേഹത്തിന് 3 തവണയാണ് അപ്രധാന വകുപ്പുകളിലേക്ക് അല്ലെങ്കിൽ തസ്തികകളിലേക്ക് സ്ഥലം മാറ്റിയത്. ഇതിനെതിരെ അദ്ദേഹം നിരന്തരം CATയെ സമീപിക്കുകയും അവിടെ നിന്ന് അനുകൂല ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്യുന്നു. അതൊരു നല്ല പ്രവണതയല്ല എന്നതൊരു വസ്തുത തന്നെയാണ്. ഒരു സർക്കാരിന് പ്രത്യേകിച്ച് അത്തരത്തിലൊരു ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന രീതി ശരിയാണ് എന്ന് തോന്നുന്നില്ല. അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണം, നടപടിയെടുക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഇങ്ങനെ യോഗേഷ് ഗുപ്തയുടെ കേസിൽ സർക്കാരിന് താല്പര്യമില്ല എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാൻ, അദ്ദേഹം EDയുടെ ഡയറക്ടർ സ്ഥാനത്തൊക്കെ എത്താൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിട്ട് പോലും സർക്കാർ പരിഗണിക്കുക പോലും ചെയ്തില്ല എന്നതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അങ്ങനെ ഓരോ തവണയും അദ്ദേഹത്തെ ഇങ്ങനെ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന് വയ്ക്കുകയാണ് വേണ്ടത്. അതാണ് ഒരു പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സർക്കാർ ചെയ്യേണ്ടത്. തൊഴിൽ പീഡനം എന്ന് പറയുന്നത് ശരിയായ രീതിയാണ് എന്ന് തോന്നുന്നില്ല. ഇതാണ് മാതൃഭൂമിയുടെ എഡിറ്റോറിയലിൽ പറയുന്നത്. സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയലാകട്ടെ നിയമസഭ ഉയർത്തിപ്പിടിച്ച ഐകമത്വ മഹാബലം എന്നാണ്. അതായത് SIR, നമ്മൾ ബീഹാറിലെ SIRനെ കുറിച്ച് സംസാരിച്ചു. ഇത് സംബന്ധിച്ച് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നതിനെതിരെ കൈക്കൊണ്ട പ്രമേയത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും സഭ ഏകകണ്ഠമായി പാസ്സാക്കുകയും ചെയ്ത പ്രമേയത്തെക്കുറിച്ചാണ് അവർ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ അനധികൃതമായി കടന്നുകൂടിയവരെ കണ്ടെത്തി അവരെ ഒഴിവാക്കി പട്ടിക സമഗ്രവും സുതാര്യമാക്കുക എന്നതാണ് SIRൻ്റെ ലക്ഷ്യമെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങളിൽ സുതാര്യതയും നിഷ്പക്ഷയും ഉണ്ടാകണം. അന്യായമായ പൗരത്വ പരിശോധന നടത്തി അർഹമായ വോട്ടർമാരെ കൂട്ടത്തോടെ പുറത്താക്കാനുള്ള മാർഗമായി SIR മാറരുത്. അതായത് ഒരു അനർഹരുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കണം. അത് തീർച്ചയായും അതിൻ്റേതായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അവരെ ഒഴിവാക്കുക തന്നെ വേണം. പക്ഷേ അർഹരായവരെ വെട്ടിമാറ്റാനാണ് ഇത് എങ്കിൽ അത് ആവില്ല എന്നതാണ് ആ പ്രമേയത്തിൻ്റെ ക്രക്സും അത് തന്നെയായിരുന്നു. ഇനി കരൂർ ദുരന്തം സംബന്ധിച്ച് ഉൾപേജിലാണ് സുപ്രഭാതം നൽകിയിരിക്കുന്നത്. കൂടുതൽ അറസ്റ്റിന് സാധ്യത, പോലീസിൻ്റെ വീഴ്ചയെന്ന് TVK നേതാക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ മനംനൊന്ത് TVK നേതാവ് പ്രാദേശിക നേതാവ് ജീവനൊടുക്കി മതിയായ സുരക്ഷ ഇതിന് ഒരുക്കിയിരുന്നുവെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതെല്ലാം തന്നെ ഈ വാർത്തകളിൽ നിറയുന്നുണ്ട്. ഒരു രസകരമായ വാർത്തയുള്ളത് ഇന്ത്യൻ കത്തോലിക്ക മാഗസിനിൽ മദർ തെരേസയ്ക്കൊപ്പം ചാർലി കിർക്കിനെയും വിശുദ്ധനാക്കി എന്നുള്ളതാണ്. ചാർലി കിർക്കിനെ നമുക്കറിയാം, US സമീപകാലത്ത് വെടിയേറ്റ് മരിച്ച ട്രംപ് അനുയായിയാണ്. അദ്ദേഹത്തിനെയും മദർ തെരേസയ്ക്കൊപ്പം മാഗസിൻ, ഇന്ത്യൻ കത്തോലിക്കയുടെ മാഗസിൻ്റെ കവർ പടത്തിലാണ് വിശുദ്ധനാക്കി ലുമിനറീസ് ഓഫ് ലവ് ആൻഡ് ലീഡർഷിപ്പ് എന്ന പേരിലുള്ള കവർ പേജിൽ ഉൾപ്പെടുത്തിയത്.
വിവാദമായതോടുകൂടി അത് ക്ഷമാപണം നടത്തി തടിയൂരി എന്നതാണ് ഉൾപേജിലെ വാർത്ത. മാധ്യമത്തിലെ ഉൾപേജിലേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് NSSൽ ആഭ്യന്തര പ്രശ്നം രൂക്ഷം എന്നാണ്. ഭിന്നത മറനീക്കി തെരുവിലേക്ക് നീങ്ങുന്നു. സുകുമാരൻ നായരെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ കണ്ട വാർത്തയും അതിനുള്ളിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ അനുകൂല നിലപാടെടുത്ത് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയാണ്, വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയാണ് എന്നാണ് ഇതിനെ എതിർക്കുന്നവർ ആരോപിക്കുന്നത്. അങ്ങനെ NSSൽ ഇടതുപക്ഷത്തിന് സമദൂരത്തിലെ ശരിദൂരം എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തോട് ചായുന്നതിനെ രൂക്ഷ വിമർശനം അല്ലെങ്കിൽ അതിനെതിരെ അതിനകത്ത് തന്നെ അഭിപ്രായ ഭിന്നത എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ബിജു ചന്ദ്രശേഖരനാണ് വാർത്ത കോട്ടയത്ത് നിന്ന് എഴുതിയിരിക്കുന്നത്. ഒപ്പം വേറൊരു കാര്യം കൂടി ഉൾപേജിൽ തന്നെയാണ്. ലഡാക്കിലെ തീ അണയ്ക്കണമെന്നതാണ് ഗൾഫ് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ. അത് പറയാൻ വിട്ടുപോയി. ലഡാക്കിൽ കഴിഞ്ഞ ദിവസം ലഡാക്കിൻ്റെ ചർച്ചയ്ക്ക് സർക്കാർ തുറന്ന മനസ്സാണെന്ന് പറയുമ്പോഴും ലഡാക്ക് ചർച്ചയിൽ നിന്ന് സംഘടനകൾ പിന്മാറി. KDA അടക്കമുള്ള കാർഗിൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അടക്കമുള്ളവർ പിന്മാറുകയുണ്ടായി. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്യുകയും ഇത്രയും കാലം സമാധാനപരമായ നടത്തിയിരുന്ന സമരത്തെ പ്രക്ഷുബ്ധമാക്കുന്ന കലാപത്തിലേക്ക് നയിക്കാനുള്ള നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. സർക്കാരിൻ്റെ വീഴ്ചയാണ് അത്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് അടക്കമുള്ള നടപടികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചു. പ്രതികാര നടപടിയെന്നോണം കേന്ദ്ര സർക്കാർ വാങ്ചുക്കിനെ പിന്നീട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ദേശവിരുദ്ധ നിയമപ്രകാരമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കുണ്ടായ വിദേശ സംഭാവന സ്വീകരിക്കുന്നതിനോട് സംബന്ധിച്ച് കേസ് FRCA പ്രകാരം കേസെടുക്കുന്നു. അദ്ദേഹം ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ പോയത് ഏതെങ്കിലും തരത്തിലുള്ള കലാപം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് നേരത്തിലുള്ള ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ BJP അടക്കം പ്രചരണം നടത്തുന്നു എന്നതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് എഡിറ്റോറിയൽ പറയുന്നത്. ഏഷ്യ കപ്പ് കഴിഞ്ഞ ശേഷം ഏഷ്യ കപ്പിലെ കിരീടവും അതുപോലെ തന്നെ താരങ്ങൾക്കുള്ള മെഡലുകളും നൽകിയിരുന്നില്ല. അത് പാക് വിദേശകാര്യമന്ത്രി കൂടിയായ നഖ്വി അദ്ദേഹം തിരികെ കൊണ്ടുപോയിരുന്നു. അത് ഇപ്പോൾ തിരികെ നൽകാമെന്നാണ് മൊഹസിൻ നഖ്വി പറയുന്നത്. അദ്ദേഹമാണ് AICCയുടെ ചെയർമാൻ എന്നതുകൊണ്ടാണ് അദ്ദേഹം അത് എടുത്തു കൊണ്ടുപോയത്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങില്ല എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യൻ ടീം. ദുബൈയിലൊരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് കപ്പും മെഡലുകളും ഇന്ത്യൻ ടീമിന് നൽകാമെന്നാണ് നഖ്വി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കണ്ടീഷൻ അദ്ദേഹം വെച്ചിട്ടുണ്ട്, ഞാൻ തന്നെ വിതരണം ചെയ്യും. അത് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങാൻ എന്തായാലും ഇന്ത്യൻ താരങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് അതിൽ വീണ്ടും വഴിമുട്ടി നിൽക്കുകയാണ് എന്നതാണ് തുടർന്ന് കിരീട പോരാട്ടം എന്ന തലക്കെട്ടോടുകൂടി മാധ്യമം നൽകിയിരിക്കുന്നു. ഇതിൽ തന്നെയുള്ള മറ്റൊരു വാർത്ത, മുംബൈ ഭീകരാക്രമണത്തിന് പാകിസ്ഥാനോട് പകരം ചോദിക്കാൻ ഒരുങ്ങി പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം P. ചിദംബരം നൽകിയ ഒരു അഭിമുഖത്തിൻ്റെ വാർത്തയാണ് അത്. അതായത് അന്ന് അദ്ദേഹത്തിന് വെളിപ്പെടുത്തൽ വിവാദമാക്കി BJP എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വാർത്ത. അന്ന് അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാനോട് പകരം ചോദിക്കാൻ പോകാതിരുന്നത് എന്നാണ് ഈ സംഭവത്തിന് ശേഷം തൊട്ട് പിന്നാലെ ആഭ്യന്തര മന്ത്രിയായി ചുമതലയേറ്റ P. ചിദംബരം പറയുന്നത്. നമുക്കറിയാം, മുംബൈ ആക്രമണത്തിൽ നമുക്ക് നിരവധി പേരെ നഷ്ടപ്പെട്ടിരുന്നു. രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തന്നെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ പരമാധികാരത്തിന് ഉള്ളിൽ കയറി ആക്രമണം നടത്തിയ തീവ്രവാദികളായിരുന്നു അജ്മൽ കസബിനെ മാത്രമാണ് നമുക്ക് പിടിക്കാനായത്. ഓപ്പറേഷൻ അന്ന് വലിയ വിവാദമായിരുന്നു. നമുക്ക് ഒരുപാട് ജീവനും ഉദ്യോഗസ്ഥരെയും എല്ലാം സൈനികരെയും എല്ലാം നഷ്ടപ്പെട്ട യുദ്ധം അതൊരു യുദ്ധത്തിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ അമേരിക്ക അടക്കമുള്ളവർ ഇടപെട്ടത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവാതിരുന്നത് എന്നാണ് പറയുന്നത്. സ്പോർട്സ് പേജിലേക്ക് പോവുകയാണെങ്കിൽ വനിതാ ലോകകപ്പിൻ്റെ വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നൽകിയിരിക്കുന്നത്. എല്ലാവരും വിജയത്തോടെ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ നടന്ന കളിയിൽ ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു ആദ്യ മത്സരം. 59 റൺസിന് ഇന്ത്യ വിജയിച്ചു എന്നതാണ് ഡക്വർത്ത് ലൂയിസ് പ്രകാരം ആണ് ഇന്ത്യയുടെ വിജയം എന്നതും എടുത്തു പറയുന്നുണ്ട്. ഇനി
പിന്നീടുള്ളത് ഇന്ത്യയുടെ ഇനി വിൻഡീസുമായിട്ടുള്ള ടെസ്റ്റ് പരമ്പര ആരംഭിക്കുകയാണ്. നാളെ ഒന്നാമത്തെ ടെസ്റ്റ് അഹമ്മദാബാദിൽ ആരംഭിക്കും. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ 3 പത്രങ്ങളും നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ സൂപ്പർ ലീഗ് കേരളയ്ക്ക് നാളെ കിക്ക് ഓഫാണ്. ആദ്യ മത്സരത്തിൽ കാലിക്കറ്റ് കൊച്ചിയെ നേരിടും. അപ്പോൾ ആ വാർത്തയും നൽകിയിട്ടുണ്ട്. അതിൻ്റെ പടവും എല്ലാ പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ഇതാണ് സ്പോർട്സ് പേജിൽ നിന്നും ഉള്ള ഏറ്റവും ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന വാർത്ത. ഇന്നത്തെ പത്രങ്ങളിലൂടെയുള്ള ഓട്ടപ്രദക്ഷിണം ഇവിടെ അവസാനിക്കുകയാണ്. ഏതായാലും രാഷ്ട്രീയ വാർത്തകളും ഒപ്പം തന്നെ അന്താരാഷ്ട്ര വാർത്തകളും ഉണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മലയാളത്തിൻ്റെ ഇക്ക മമ്മൂക്ക വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വരികയാണ്. അദ്ദേഹം സിനിമയിൽ ഹൈദരാബാദിൽ മഹേഷ് നാരായണൻ്റെ, മോഹൻലാൽ അടക്കമുള്ള മഹേഷ് നാരായണൻ്റെ സിനിമയുടെ സെറ്റിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചു. അതിൻ്റെ പടം, ആ യാത്രയാകുന്നതിൻ്റെ പടം, എയർപോർട്ടിൽ നിന്നുള്ള പടം ഒന്നാം പേജിൽ തന്നെ മാതൃഭൂമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറയുടെ വിളി എന്നാണ് അതിൻ്റെ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. മമ്മൂട്ടി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പടത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന ക്യാമറയുടെ വിളിയുണ്ട്. താൻ വീണ്ടും വരുന്നു, നൽകിയ സ്നേഹത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പങ്കുവച്ചിരുന്നു. ദ കിങ് ഈസ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ പോസ്റ്റ് ദുൽഖർ ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇന്നലെ എല്ലാവരും ദ കിങ് ഈസ് ബാക്ക് എന്ന രീതിയിലാണ് ആ വാർത്ത നൽകിയിരുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ വാർത്തയോടുകൂടി ഇന്നത്തെ ദ പ്രസ് ഇവിടെ അവസാനിക്കുകയാണ്.